ഓപ്പൺ കിച്ചണിനോട് താല്പര്യമില്ല എന്നാലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വേണം. അതിനൊരു സൊല്യൂഷനാണ് ഇവിടുത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. നമ്മുടെ കിച്ചണിൽ നിന്ന് ലിവിങ്ങിലോട്ടുള്ള വ്യൂ നഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്ന് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ മനോഹരമായ 2 ഹാങ്ങിങ് ലൈറ്റ്സും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ കിച്ചൺ ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു എൽ ഷേപ്പ് കൗണ്ടർ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലും ഞങ്ങളൊരു പാരലായിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഹുഡ് ആൻഡ് ഹോബ് നമ്മൾ സെറ്റ് ചെയ്യുമ്പം ഹോബ് ഇൻബിൽട്ടായിട്ട് വെക്കാൻ പല ക്ലയൻസിനും താല്പര്യം ഉണ്ടാവില്ല. കാരണം ഹോബിൻ്റെ സൈസ് പിന്നെ മാറുവാണെങ്കിൽ നമുക്ക് ആ ഗ്രാനൈറ്റ് കട്ടിങ് എല്ലാം വേസ്റ്റായിട്ട് പോകും. സോ ഇതൊരു സൊല്യൂഷനാണ്. നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ട് ഹോബ് സൂക്ഷിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ ഇവിടെ ഹുഡിന് നമ്മൾ ഇവിടെ ഒരു വിൻഡോയാണ് വരുന്നത്. വിൻഡോയിൽ സപ്പോർട്ട് നമ്മൾ ബാക്കിൽ പ്ലൈവുഡ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പ്രസ്റ്റീജ് എന്ന് പറയുന്ന കമ്പനിയുടെ ഹുഡും ഹോബുമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മോഡുലർ കിച്ചൺ പ്ലാൻ ചെയ്യുമ്പോൾ ഇത്തരം ഒരു പ്രൊഫൈൽ ഹാൻഡിൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്ലെയിനേഴ്സ് ആയിട്ട് തന്നെ നമ്മുടെ ടോപ്പ് യൂണിറ്റ് നമുക്ക് കിട്ടും. ആൻഡ് ഓൾസോ നമുക്ക് ഈ ചാനലിൽ കൊടുക്കുമ്പോൾ ഇത് ജി പ്രൊഫൈലാണ്. ജി പ്രൊഫൈൽ കൊടുക്കുന്ന സമയത്ത് കോർണേഴ്സിൽ നമ്മളൊരു എൻ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ മുറിയുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. സേഫ്റ്റി ആയിരിക്കും, പക്ഷെ കാണാനൊരു ക്ലീൻ ആൻഡ് ടൈഡി ലുക്കുമായിരിക്കും. കിച്ചൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ടിങ് അതിനെല്ലാം ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. സോ നമ്മൾ ഇതിൻ്റെ താഴെ ഒരു പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിന്നുള്ള വെളിച്ചം കൊണ്ട് നമുക്ക് ഇവിടുത്തെ കട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈസി ആവും.